4 മണി കാപ്പിക്ക് എന്താ കടിയാക്കേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ച് നിന്നപ്പോഴാണ് ഒന്നും നോക്കിയിട്ട് കാണുന്നില്ല കേട്ടോ. അപ്പോഴാണ് നമ്മൾ ഉരുളക്കിഴങ്ങ് ഇരിക്കുന്നുണ്ടത്. അപ്പോൾ വിചാരിച്ചൊന്ന് ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് ഒരു ബോണ്ട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചോട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താണെന്ന് വെച്ചാൽ എണ്ണയൊക്കെ ചൂടായി കടുകൊക്കെ ഇട്ട് പൊട്ടിച്ചതിന് ശേഷം ഉണ്ടല്ലോ നമ്മുടെ സവാളയും പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും ഒക്കെ കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുത്ത് എന്നിട്ട് അതിലേക്ക് നമ്മൾ പുഴുങ്ങി വെച്ച ഉരുളക്കിഴങ്ങുണ്ടല്ലോ അതും കൂടെ നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുത്തതിന് ശേഷം നല്ല ഉരുളയാക്കി എടുത്ത് മാറ്റി വെച്ച് പിന്നെ നമ്മുടെ മൈദയും മഞ്ഞപ്പൊടിയും ഉപ്പും ഒക്കെ കൂടെ ഞാൻ മിക്സാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അധികം ലൂസാവാതെ. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഉരുളയാക്കി വെച്ച ഉരുളക്കിഴങ്ങും കൂടി എടുത്തിട്ടുണ്ടല്ലോ ഈ ഒരു മിക്സിലേക്ക് മുക്കി നമ്മൾ ചൂടായ എണ്ണയിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ഉരുളക്കിഴങ്ങ് ബോണ്ടയുണ്ടല്ലോ ഇതുപോലെ നമ്മൾ തിരിച്ച് മറിച്ച് ഇട്ട് നല്ല മുരിച്ചെടുക്കാവേ. അങ്ങനെ നമ്മുടെ മുരിച്ചെടുത്ത നമ്മൾ ഉരുളക്കിഴങ്ങ് ബോണ്ട ഉണ്ടോ നല്ല റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 4 മണിക്ക് ഇനി ചായക്ക് കടിയൊന്നും ഇല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് ഉണ്ടെങ്കിൽ വേറെ ഒന്നും നോക്കണ്ട, ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേ. അപ്പോൾ നമ്മുടെ 4 മണി ചൂട് കാപ്പിയുടെ കൂട്ടത്തിൽ ഇതാ നമ്മുടെ ഉരുളക്കിഴങ്ങ് ബോണ്ടയും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു പോകല്ലേ.